നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് സജ്ജമെന്ന് എ.പി. അനിൽകുമാർ എം.എൽ.എ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. കെ.പി.സി.സി നൽകുന്ന ലിസ്റ്റ് പരിശോധിച്ച ഹൈക്കമാൻഡ് ആയിരിക്കും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയെന്നും അനിൽകുമാർ പറഞ്ഞു. ഒരു തർക്കവുമില്ല. യു.ഡി.എഫ് വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണുള്ളത്. അപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം യു.ഡി.എഫ് തിരിച്ചു വരുന്നതിന് മുന്നോടിയായിരിക്കും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ്. വലിയ ഭൂരിപക്ഷത്തിന് ഇവിടെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി വിജയിക്കും. ഒട്ടും ഡിലേ ഇല്ലാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും. അതിനെക്കുറിച്ച് ആർക്കും ആശങ്ക വേണ്ട. അതിന് പക്ഷേ കോൺഗ്രസിനകത്ത് ചില നടപടിക്രമങ്ങളുണ്ട്. കെ.പി.സി.സി സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ആരാണോ, ഒരാളാണോ, രണ്ടാളാണോ, രണ്ടിൽ കൂടുതൽ ആളുകളാണോ, ആ ലിസ്റ്റ് കെ.പി.സി.സി ഡൽഹിയിലേക്ക് കൊടുക്കണം, എ.ഐ.സിക്ക് കൊടുക്കണം. എ.ഐ.സി.സി അവിടെ പ്രത്യേകമായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൂടിയിട്ട് പ്രഖ്യാപിക്കുന്ന സമയം. അപ്പൊ അതിന് ആവശ്യമായ ഒരു സമയമുണ്ടല്ലോ. ആ സമയത്തിനപ്പുറത്ത് മറ്റൊന്നും ഡിലേ ഉണ്ടാവില്ല. എ.ഐ.സി.സി ആണ്, ഹൈക്കമാൻഡാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുക.